എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അനിയത്തി ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവളെ ഒന്ന് കാണാൻ പോകണം. ആദ്യമേ നമ്മൾ കുറേ നേരം വെയിറ്റിങ്ങിലായിരുന്നു. ഞാനും അമ്മയും മോനുമായിട്ടാണ് പോയത്. ഹോസ്റ്റൽ ഫുൾ എന്നെ മോൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 2:30 ആയപ്പോൾ എത്തിയായിരുന്നു. അവൾ വന്നപ്പോൾ 3:30 ആയി. അവൾ ക്ലാസ് കഴിയാൻ ടൈമായിരുന്നു. 2 ആഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മോർണിംഗ് അമ്മ കൊണ്ടുവിട്ടു. ഉച്ചയ്ക്കായപ്പോഴാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് മോർണിംഗ് അത്ര സങ്കടമൊന്നും തോന്നിയില്ല. ഓക്കെ, കുഴപ്പമില്ലാതെ പോയി. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അവളെ കാണാനൊക്കെ ആയിട്ട് പോയപ്പോൾ വല്ലാണ്ടൊരു സങ്കടമായിരുന്നു. 2 ആഴ്ച കൂടെ ഉണ്ടായിരുന്നില്ലേ, എന്താ പറയുക, ഫുൾ ടൈം കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ കരയില്ല, അവളെ പോകുമ്പോൾ കരയില്ല, അങ്ങനെയൊക്കെ. കാരണം ഒറ്റയ്ക്കാണ് അവൾ. ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അധികം ആളൊന്നുമില്ല. അപ്പോൾ അവൾ റൂമിൽ ഒറ്റയ്ക്ക് കൂടെയൊക്കെ ആയപ്പോൾ എനിക്ക് നല്ലൊരു സങ്കടം തോന്നിയായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് മാറും അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ടൈം എടുത്തായിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യും പോലും എനിക്ക് എന്താ പറയുക, അവളെ കാണണം, അവൾ എന്ത് ചെയ്യണമായിരിക്കും. കാരണം അവിടെ ഹോസ്റ്റലിൽ ഫോൺ അധികം അലൗഡല്ല. ഒരു ഹാഫ് അവറേ ഫോൺ അലൗഡുള്ളൂ. ക്ലാസ്സിൽ ഫോൺ അധികം അലൗഡല്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ ഇനി എന്ത് ചെയ്യും? അവളെ കോൺടാക്ട് ചെയ്യും. പക്ഷേ ഫോണോട് ഉണ്ടായിരുന്നു വലിയ പ്രശ്നമില്ലെന്ന് തോന്നി. ഇങ്ങനെ അവൾ ക്ലാസ് കഴിഞ്ഞ് വരിക, ഒറ്റയ്ക്ക് അധികം ഫ്രണ്ട്സൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വരിക. കണ്ടതും മോനെയൊക്കെ എടുത്തിട്ടുള്ള കളിയും ചിരിയൊക്കെ ആയിരുന്നു. അത്യാവശ്യം സങ്കടമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. അവളെ മോർണിംഗ് കൊണ്ട് വിട്ടിട്ടൊന്ന് നമ്മൾ എന്താ പറയുക, ആ ഒരു ഫീൽ അധികം ഇവളെ പിരിഞ്ഞ് നിന്നെങ്കിൽ ഇവളെ ഒറ്റയ്ക്ക് പിരിഞ്ഞ് നിൽക്കുന്ന ആദ്യമായിട്ടാണ്. അമ്മയും അനിയത്തിക്കായിട്ട് പിരിഞ്ഞ് നിന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഇതിൽ. അങ്ങനെ അവളായിട്ട് വന്ന് അവൾക്ക് എന്ത് ചെയ്തു, ഒരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, കഴിക്കാനായിട്ട് എന്ത് ചെയ്തു, വടയും മുട്ടായിയൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. നമുക്ക് ഹോസ്റ്റലിൽ ഒരു അരമണിക്കൂർ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അതിനുശേഷം ആരും അലൗഡല്ല. ഒരു കുന്നിൻ മണ്ടയിലാണ് ഹോസ്റ്റൽ. പുനി ശബരിമല കയറണ പോലെ തോന്നിയായിരുന്നു. ശബരിമല കുരിശുമല കയറണ പോലെ തോന്നിയായിരുന്നു. അങ്ങനെ ഒരു വലിയൊരിത്. ഞാൻ പുതിയ ഹോസ്റ്റലാണ്, അധികം ആളൊന്നുമില്ല. പിന്നെ അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ആരും വന്നില്ല, അധികം അവിടുത്തെ ആളൊന്നും വരാതെ നമ്മളകത്ത് കയറത്തില്ലായിരുന്നു. പിന്നെ അതാ വേണ്ട, നമ്മൾ ഹോസ്റ്റലിലെത്തി. അവളെ റൂമിൽ കണ്ട് അവൾ മാത്രമേ ഉള്ളൂ. 2 ബെഡുണ്ട്, വേറെ കുട്ടികൾ വരുമെന്ന് പറഞ്ഞു, പക്ഷേ അധികം ആരുമില്ല. പിന്നെ അടുക്കി പറക്കാനായിട്ട് എൻ്റെ കുഞ്ഞു മോന് കൂടെ ഉണ്ടായിരുന്നു, ഓരോ സാധനങ്ങളെല്ലാം അലമ്പലാക്കാൻ. അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഇറങ്ങേണ്ടി വന്നു. എന്താ പറയുക, അധികം നമ്മൾ നിർത്തിയില്ല, പെട്ടെന്ന് പോകാൻ പറഞ്ഞായിരുന്നു. വൈകിട്ടായില്ലേ, അങ്ങനെ അവസാനം നമ്മൾ ഇത് കരയിലെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അവളെ മുമ്പ് കരഞ്ഞില്ലെങ്കിൽ എൻ്റെ കണ്ണ് നല്ല രീതിയിൽ, എനിക്ക് പെട്ടെന്ന് സങ്കടം വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നായിരുന്നു. എൻ്റെ അനിയത്തി കടിച്ചു പിടിച്ച് നിന്ന്, എങ്ങനെ നിന്നേന്ന് എനിക്കറിഞ്ഞത്. അവൾ പിന്നെ കരഞ്ഞാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവൾ കടിച്ചു പിടിച്ചൊക്കെ നിൽക്കുന്നത്. കാരണം അവൾ ഒറ്റയ്ക്ക് ഇവിടെ ആയപ്പോൾ എനിക്ക് നല്ലൊരു സങ്കടം തോന്നും. ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും, വോയിസ് പറയുമ്പോൾ പോലും, ഇത് കാണുന്നുണ്ട് എനിക്ക് എന്താ പറയുക, സങ്കടം ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു വരിക. ഒറ്റയ്ക്കല്ലേ, ആ ഒരു ഫീൽ എനിക്ക്. അവൾ എൻ്റെ ഒരു കുഞ്ഞു മോളെ പോലെയാണ്. അവളെ വാവയെന്നാണ് ഞാൻ വിളിക്കാറ്. അങ്ങനെ അവളെയൊക്കെ ഇറക്കി വിട്ട് അവളെ എന്ത് ചെയ്തു, ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം അവിടെ നിന്ന് പിന്നെ കുഴപ്പമില്ല, നോർമലായി വന്നു. പിന്നെ എന്ത് ചെയ്തു, ചേട്ടൻ വന്നായിരുന്നു പുറത്ത്. പിന്നെ ചേട്ടൻ്റെ കൂടെ വന്നു. അമ്മയോടാണ് പോയെങ്കിൽ അമ്മ പിന്നെ കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാണ്. സങ്കടങ്ങളെല്ലാം മറക്കാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ഒരു ഉള്ളിവടയും ഒരു ചായ അങ്ങ് പാസ്സാക്കി. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ, ലവ് യു ഓൾ.